2026 മെയ് 2. കാലണ്ടറിൽ നോക്കുമ്പോൾ ഇതൊരു സാധാരണ തീയതിയായി തോന്നാമല്ലേ? പക്ഷേ നിങ്ങളൊരു PSC ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇതൊരു വെറുമക്കമല്ല. തീർച്ചയായുമല്ല. ഇതൊരു വലിയ യുദ്ധഭൂമിയാണ്. അതെ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദിവസമാണിത്. നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സുരക്ഷിതമായൊരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ പോകുന്ന ദിവസമാണ് മെയ് 2. കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലുടനീളമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് നിങ്ങൾക്കൊപ്പം മാറ്റുരയ്ക്കാൻ പോകുന്നത്. പക്ഷേ ആ വലിയ യുദ്ധത്തിന് നിങ്ങൾ ശരിക്കും തയ്യാറാണോ? ഈ പഠനത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതെ, വെറുതെ റാങ്ക് ഫയലുകൾ നോക്കി വായിച്ചു തീർക്കുന്ന ആ പഴയ രീതിക്ക് പകരം ഈ പരീക്ഷയെ എങ്ങനെ തന്ത്രപരമായി നേരിടാമെന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ പ്ലാൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ശരിക്കും ഒരു ബാറ്റിൽ പ്ലാൻ തന്നെ. വളരെ ആധികാരികമായൊരു പഠന സ്രോതസ്സിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്നീ തന്ത്രങ്ങൾ മെനയുന്നത്. എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ ആ ഒരു മൈൻഡ് സെറ്റിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ്. കറക്റ്റ്. 1,00,000 പേർ പരീക്ഷ എഴുതുമ്പോൾ അതിൽ വെറുതെ പരീക്ഷ എഴുതുന്നവരും യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് വിജയം നേടുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് അത് ബുദ്ധിശക്തിയുടെ കാര്യമാണെന്നാണ്. അല്ല. അതവരുടെ ബുദ്ധിശക്തിയിലല്ല, മറിച്ച് അവരുടെ പരിശീലനത്തിൽ, അതായത് പ്രാക്ടീസിലാണിരിക്കുന്നത്. 2026 നിൽക്കുമ്പോൾ കണ്ണു കഴിക്കുന്നതുവരെ പുസ്തകങ്ങൾ നോക്കി വായിക്കുന്ന ആ പഴയ രീതിയല്ല വിജയത്തിലേക്ക് നയിക്കുന്നത്. ശരിയാണ്. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ മോക്ക് ടെസ്റ്റും യഥാർത്ഥ പരീക്ഷയാണെന്ന് കരുതി നേരിടുന്നതാണ് വിജയമന്ത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശീലനം എന്നത് വെറുമൊരു പ്രക്രിയയല്ല, അതൊരു മൈൻഡ് സെറ്റാണ്, ഒരു മനോഭാവമാണ്. ആ മനോഭാവത്തിന്റെ കാര്യത്തില് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളെ സമീപിക്കുന്ന രീതിയിലല്ലേ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. 100%. അവിടെയാണ് പലർക്കും പണി കിട്ടുന്നത്. ഇന്നെല്ലാവർക്കും മൊബൈലിൽ മോക്ക് ടെസ്റ്റുകൾ ലഭ്യമാണ്. ഞാനൊക്കെ പണ്ട് ചെയ്തിരുന്നത് കിടക്കയിൽ കിടന്ന് ഫോണിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. പലരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇടയ്ക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നാൽ അതും റിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു വലിയ ട്രാപ്പല്ലേ? അതെ, അതൊരു വലിയ ട്രാപ്പാണ്. നിങ്ങൾ അതാണ് ചെയ്യുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയല്ല, വെറുതെ സ്ക്രീനിൽ കുറച്ച് അക്ഷരങ്ങൾ വായിച്ചു നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതൊരിക്കലും പരീക്ഷാ തയ്യാറെടുപ്പല്ല. അപ്പോൾ അവിടെ നമ്മുടെ മൈൻഡ് സെറ്റിൽ വലിയൊരു മാറ്റം വരേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായും. നിങ്ങളുടെ സ്വന്തം വീട് എങ്ങനെ ഒരു പരീക്ഷാ ഹാളാക്കി മാറ്റാമെന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു കോച്ചാണെന്ന് കരുതുക. ചില കർശനമായ നിയമങ്ങൾ ഞാൻ പറയാം. പറയൂ, കേൾക്കട്ടെ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മുറിയുടെ വാതിലടയ്ക്കുക. അടുത്ത 1 മണിക്കൂർ 30 മിനിറ്റ് നേരം ലോകത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങളെ ആരും ശല്യം ചെയ്യാൻ പാടില്ല എന്ന് വീട്ടുകാരെ കർശനമായി അറിയിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ നിയമം? രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫോൺ എയർപ്ലെയിൻ മോഡിലിടുക. ഒരു നോട്ടിഫിക്കേഷനും വരാൻ പാടില്ല. ആ 1.5 മണിക്കൂറിൽ പരീക്ഷാ സ്ക്രീൻ അല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ കണ്ണിൽ പെടരുത്. അത് വളരെ പ്രാക്ടിക്കലായ ഒരു കാര്യമാണ്. ശ്രദ്ധ തിരിക്കാനൊന്നും ഉണ്ടാകരുത്. പക്ഷേ ഈ സ്രോതസ്സിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. OMR ട്രാപ്പ്. അതെനിക്ക് ശരിക്കും മനസ്സിലായില്ല. OMR ട്രാപ്പ് എന്ന് പറയുന്നത് പല ഉദ്യോഗാർത്ഥികളും തിരിച്ചറിയാത്ത ഒരു വലിയ വില്ലനാണ്. അതായത് നമ്മൾ എഴുതുന്നത് മൊബൈലിലോ ലാപ്ടോപ്പിലോ ഉള്ള ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റാണ്. എന്നിട്ടും അവർ പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് സൗജന്യ PSC OMR ഷീറ്റ് പ്രിന്റ് എടുത്തു വെച്ച് അതിൽ വട്ടം കറുപ്പിക്കണമെന്നാണ്. ഇത് വെറുതെ ഇരട്ടിപ്പണിയല്ലേ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നും. നമ്മൾ സ്ക്രീനിൽ നോക്കി ചോദ്യം വായിക്കുന്നു, പിന്നെ പേപ്പറിൽ വട്ടം കറുപ്പിക്കുന്നു, പിന്നെ വീണ്ടും സ്ക്രീനിൽ വന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ തട്ടിക്കൂട്ട് പരിപാടി 90 മിനിറ്റ് പരീക്ഷയിൽ നമ്മുടെ വിലപ്പെട്ട സമയം കളയുകയല്ലേ ചെയ്യുന്നത്? എന്തിനാണ് ഈ സ്രോതസ് ഇത്രയും നിർബന്ധിച്ചത് പറയുന്നത്? അതൊരു മികച്ച ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ അത് ഇരട്ടിപ്പണിയാണെന്ന് തോന്നും. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മെയ് 2 യഥാർത്ഥ പരീക്ഷ ഓൺലൈനാണോ? അല്ല, അതൊരു ഓഫ്ലൈൻ പരീക്ഷയാണ്. OMR ഷീറ്റിൽ തന്നെ കറുപ്പിക്കണം. അതാണ് കാര്യം. നിങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ ഒരു ഉത്തരത്തിൽ ക്ലിക്ക് ചെയ്യാൻ വെറും 1 സെക്കൻഡ് മതിയാകും. എന്നാൽ യഥാർത്ഥ പരീക്ഷാ ഹാളിൽ ഒരു OMR ഷീറ്റിൽ കൃത്യമായി വട്ടം കറുപ്പിക്കാൻ നിങ്ങൾക്ക് ചുരുങ്ങിയത് 3 മുതൽ 4 സെക്കൻഡ് വരെ സമയമെടുക്കും. ശരിയാണല്ലോ.
ഇത് 100 ചോദ്യങ്ങളാവുമ്പോൾ ആകെ സമയത്തിൽ എത്രത്തോളം വ്യത്യാസം വരുമെന്ന് കണക്കുകൂട്ടിയിട്ടുണ്ടോ? കുറഞ്ഞത് 5-6 മിനിറ്റ് ആ ബബ്ലിംഗ് പ്രോസസ്സിന് മാത്രം വേണ്ടിവരും. മൈ ഗോഡ്, 6 മിനിറ്റോ? അതെ, നിങ്ങൾ ഓൺലൈനിൽ മാത്രം ക്ലിക്ക് ചെയ്ത് ശീലിച്ചാൽ യഥാർത്ഥ പരീക്ഷാ ഹാളിൽ ഈ അധിക സമയം നിങ്ങളെ വല്ലാതെ പ്രഷറിലാക്കും. അതുകൊണ്ടാണ് പറയുന്നത്, സ്ക്രീനിൽ ചോദ്യം വായിക്കുക, നിങ്ങളുടെ മുന്നിലുള്ള പേപ്പറിൽ ഉത്തരങ്ങൾ കറുപ്പിക്കുക, അതിനുശേഷം മാത്രം ഓൺലൈനിൽ ഉത്തരം മാർക്ക് ചെയ്യുക. ഇപ്പോ കൃത്യമായി മനസ്സിലായി. ഈ ഒരൊറ്റ ശീലം നിങ്ങൾക്ക് നൽകുന്ന ആ മസിൽ മെമ്മറി ഉണ്ടല്ലോ, അത് യഥാർത്ഥ പരീക്ഷാ ഹാളിൽ നിങ്ങളെ എത്രത്തോളം സഹായിക്കുമെന്ന് നിങ്ങൾക്ക് അന്ന് മാത്രമേ മനസ്സിലാവൂ. വാവ്! ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ 5 മിനിറ്റ് ചിലപ്പോൾ അവസാനത്തെ 10 ചോദ്യങ്ങൾ വായിക്കാൻ പോലുമുള്ള സമയമായിരിക്കും. തീർച്ചയായും സമയം അവിടെ ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ സമയത്തെക്കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് 90 മിനിറ്റിൽ 100 ചോദ്യങ്ങൾ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ടാസ്ക്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ 1 മിനിറ്റിലും താഴെ സമയം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 90 മിനിറ്റിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. PSC പരീക്ഷ എന്നത് ഒരു മാരത്തോൺ അല്ല, ഇതൊരു 100 മീറ്റർ സ്പ്രിന്റാണ്. വളരെ വേഗത്തിൽ ഓടിത്തീർക്കേണ്ട ഒന്ന്. ഒരു സ്പ്രിന്റ്. നൈസ്. ഈ 90 മിനിറ്റിനെ വെറുതെ ഒരുമിച്ച് കാണാതെ അതിനെ 3 റൗണ്ടുകളായി തിരിക്കുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 3 റൗണ്ടുകളോ? അതൊന്ന് വിശദമാക്കാമോ? ഒന്നാമത്തെ റൗണ്ടിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റൗണ്ട് 1 എന്നത് അതിന് വേഗമേറിയ റൗണ്ടാണ്. പരീക്ഷ തുടങ്ങിയ ഉടൻ തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കുക. അതായത് യാതൊരു സംശയവുമില്ലാത്ത ചോദ്യങ്ങൾ. അതെ, ഒരു ഉദാഹരണം പറയാം. കേരള പിറവി നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1986 എന്ന് നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ലാതെ അറിയാം. അത്തരം ചോദ്യങ്ങൾ ഉടൻ തന്നെ മാർക്ക് ചെയ്യുക. മലയാളം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ ഈ റൗണ്ടിൽ തീർക്കണം. ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം കണ്ടാൽ അവിടെ നിന്ന് ചിന്തിക്കാൻ പോലും നിൽക്കരുത്. സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഉറപ്പില്ലാത്ത ചോദ്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞു. ഇനി നമ്മൾ റൗണ്ട് 2ലേക്ക് കടക്കുകയാണ്. സ്രോതസ് ഇതിനെ എലിമിനേഷൻ റൗണ്ട് എന്നാണ് വിളിക്കുന്നത്. പ്രാക്ടിക്കലായി ഈ എലിമിനേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? റൗണ്ട് 2ൽ നമ്മൾ നേരത്തെ വിട്ടുകളഞ്ഞ ചോദ്യങ്ങളിലേക്ക് തിരികെ വരികയാണ്. ഇവിടെയാണ് നിങ്ങളുടെ യുക്തി ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യണം. കറക്റ്റ്. ഉദാഹരണത്തിന്, കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിന്റെ വർഷമാണ് ചോദ്യമെന്ന് കരുതുക. നിങ്ങൾക്ക് കൃത്യമായ വർഷം ഓർമ്മയില്ല. പക്ഷേ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ 2 എണ്ണം 1800കളിലെ വർഷങ്ങളാണ്. ഓക്കെ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ആ സംഭവം നടന്നത് 20-ാം നൂറ്റാണ്ടിലാണെന്ന്. അപ്പോൾ തന്നെ ആ 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് വെട്ടിക്കളയാം, അതായത് എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ള 2 ഓപ്ഷനുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അതെ, എങ്കിൽ മാത്രം അവയ്ക്ക് ഉത്തരം മാർക്ക് ചെയ്യുക. അതാണ് എലിമിനേഷൻ റൗണ്ട്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ 3ാമത്തെ റൗണ്ട് കണക്കിന് വേണ്ടിയുള്ളതാണല്ലേ? അവിടെ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, നമ്മുടെ ഒരു ഈഗോ. ഹോ, ഈഗോ അതൊരു വലിയ വില്ലനാണ്. ഞാൻ ഇത്രയും പഠിച്ചതല്ലേ, ഈ കണക്ക് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്ത് കണ്ടുപിടിക്കും എന്നൊരു വാശി നമുക്ക് വരും. പക്ഷെ സ്രോതസ് പറയുന്നത് വളരെ കർശനമായൊരു നിയമമാണ്. ഒരു കണക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 2 മിനിറ്റിലധികം സമയം ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അത് നിർദ്ദയം ഒഴിവാക്കുക. അതെ, ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. അതെന്തുകൊണ്ടാണ്? ആ ഒരു മാർക്ക് വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ? എങ്ങനെയെങ്കിലും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായും അല്ല. ആ ഈഗോയാണ് പലരുടെയും റാങ്ക് പിന്നിലാക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബുദ്ധിമുട്ടുള്ള കണക്ക് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ 3 മിനിറ്റ് എടുത്തു എന്ന് കരുതുക. ആ 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വായിച്ചു ഉത്തരം നൽകാൻ കഴിയുമായിരുന്ന 4-5 GK ചോദ്യങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ആ ഒരു മാർക്കിനു വേണ്ടി സമയം കളഞ്ഞ് ഉറപ്പുള്ള 5 മാർക്ക് നഷ്ടപ്പെടുത്തുന്നത് വലിയ മണ്ടത്തരമല്ലേ? അതെ, ശരിയാണ്. ആ 5 മാർക്ക് പോയാ പിന്നെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എവിടെയോ പോയി കിടക്കും. അതുകൊണ്ട് 2 മിനിറ്റിൽ കൂടുതൽ പോകുന്ന ഒരു ചോദ്യം കണ്ടാൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. സ്കിപ്പ് ചെയ്യാനുള്ള ധൈര്യം വളരെ പ്രധാനമാണ്. കാരണം ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു വലിയ വില്ലനുണ്ടല്ലോ, പരീക്ഷാ ഹാളിലെ യഥാർത്ഥ അസാസിൻ, നെഗറ്റീവ് മാർക്ക് അഥവാ 1/3 മാർക്ക്. അതെ, അതാണ് യഥാർത്ഥ വില്ലൻ. ശരിക്കും ഈ നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ് നമ്മുടെ റാങ്കിനെ ബാധിക്കുന്നത്? അതൊന്ന് ലളിതമായി വിശദീകരിക്കാവോ? പലർക്കും ഇതിന്റെ ഒരു ഭീകരത മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. തീർച്ചയായും. മിക്കവരും വിചാരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് തങ്ങളുടെ റാങ്ക് കുറയ്ക്കുന്നതെന്നാണ്.
എന്നാൽ യഥാർത്ഥ വില്ലൻ ഈ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. വളരെ ലളിതമായി പറയാം. ഉം. നിങ്ങൾ ഒട്ടും അറിയാത്ത 3 ചോദ്യങ്ങൾക്ക് വെറുതെ ഊഹിച്ച് ഉത്തരമെഴുതി എന്ന് കരുതുക. ആ 3ഉം തെറ്റിപ്പോയി. അപ്പോൾ PSC എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കഷ്ടപ്പെട്ട് ശരിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഉത്തരത്തിന്റെ മാർക്ക് അവർ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. മൈ ഗോഡ്! അതായത് 3 തെറ്റുമ്പോൾ ഒരു ശരി ഉത്തരം കൂടെ ഇല്ലാതാകുന്നു. കറക്റ്റ്. കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ ആ പോകുന്ന ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളൊരു പക്ഷേ 5000 പേർക്ക് പിന്നിലായിരിക്കും. 5000 പേർ! അതൊരു വലിയ സംഖ്യയാണ്. അതെ. പ്രിലിമിനറി പരീക്ഷയിൽ ഒരാൾക്ക് 40 മാർക്ക് കിട്ടുന്നതും മറ്റൊരാൾക്ക് 50 മാർക്ക് കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയാവുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവർക്കറിയാത്ത ചോദ്യങ്ങൾ എത്രത്തോളം ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതിലാണ്. വാവ്! അതൊരു വലിയ തിരിച്ചറിവാണ്. അതെ, ആ ഒരൊറ്റ മാർക്ക് മതി നമ്മുടെ സ്വപ്നം തകരാൻ. അപ്പോൾ നമ്മൾ 90 മിനിറ്റ് പരീക്ഷ എഴുതി, നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി, ഉത്തരം നൽകി, പരീക്ഷ സബ്മിറ്റ് ചെയ്തു. എനിക്ക് 100-ൽ 55 മാർക്ക് കിട്ടി എന്ന് കരുതുക. ഓക്കേ. ശരി. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എന്ന് കരുതി ഞാൻ ലാപ്ടോപ്പ് അടച്ചുവെക്കുന്നു. പക്ഷേ സ്രോതസ് പറയുന്നത് തികച്ചും വിപരീതമായൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ പരീക്ഷ എഴുതുക എന്ന പ്രക്രിയ നമ്മുടെ യഥാർത്ഥ പഠന പ്രക്രിയയുടെ വെറും 30% മാത്രമാണ് എന്ന്. അതെ, അതാണ് സത്യം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ബാക്കി 70% എവിടെയാണ്? പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണോ യഥാർത്ഥ പരീക്ഷ നടക്കുന്നത്? അതെങ്ങനെയാണ്? അവിടെയാണ് ഈ പഠനതന്ത്രത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം വരുന്നത്. പരീക്ഷയ്ക്ക് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം. ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നത് പോലെയാണിത്. പോസ്റ്റ്മോർട്ടമോ? അതായത് നമ്മൾ എഴുതിയ പരീക്ഷയെ കീറിമുറിച്ച് പരിശോധിക്കുക. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒരു രോഗി പനിയുമായി വന്നാൽ ഡോക്ടർ വെറുതെ പനിയുണ്ടെന്ന് പറഞ്ഞു വിടില്ലല്ലോ. ആ പനിയുടെ കാരണമെന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. അതുപോലെയാണ് പരീക്ഷ കഴിഞ്ഞുള്ള ഈ സമയവും. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നോക്കി അമിതമായി സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ അല്ല വേണ്ടത്. പരീക്ഷ കഴിഞ്ഞ് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഉത്തരങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യാൻ നിങ്ങൾ മാറ്റിവെക്കണം. പരീക്ഷ എഴുതുന്നതിനേക്കാൾ പ്രധാനമാണ് ഈ പോസ്റ്റ്മോർട്ടം. ഓക്കെ, അപ്പോൾ ഈ 2 മണിക്കൂർ പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ പ്രധാനമായും എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്? വെറുതെ ശരിയുത്തരങ്ങൾ വായിച്ചു പോകുകയാണോ വേണ്ടത്? അല്ല, പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ സമയത്ത് പരിശോധിക്കേണ്ടത്. 1. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടായ തെറ്റുകൾ, അതായത് കെയർലെസ് മിസ്റ്റേക്സ്. പലപ്പോഴും ചോദ്യം നിങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നിരിക്കാം, പക്ഷെ എന്തുകൊണ്ടത് തെറ്റി? അതെ, എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളൊരു അബദ്ധമുണ്ട്. ചോദ്യത്തിൽ അല്ലാത്തത് ഏത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക. നമ്മൾ തിടുക്കത്തിൽ ആ അല്ലാത്തത് എന്നത് വായിക്കാതെ ശരിയായ ഉത്തരം മാർക്ക് ചെയ്യും. ഇതാണോ അശ്രദ്ധ കൊണ്ടുള്ള തെറ്റുകളെന്ന് പറയുന്നത്? 100%. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആ തെറ്റുകൾ നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇനി രണ്ടാമതായി പരിശോധിക്കേണ്ടത് നിങ്ങൾക്ക് തീരെ അറിയാത്ത കാര്യങ്ങളാണ്. അതായത് നമ്മൾ സിലബസിൽ കവർ ചെയ്യാത്ത ഭാഗങ്ങൾ. അതെ. എന്തുകൊണ്ടാണ് ആ ചോദ്യം തെറ്റിയത്? ആ ഭാഗം നിങ്ങൾ ഇതുവരെ സിലബസിൽ കവർ ചെയ്തിട്ടില്ലേ? എങ്കിൽ അത് കണ്ടെത്തുക. എന്നിട്ടൊരു പ്രത്യേക നോട്ട്ബുക്കിൽ, ഒരു മിസ്റ്റേക്ക് ബുക്കിൽ ആ പുതിയ വിവരങ്ങൾ എഴുതിവെക്കുക. അപ്പോൾ നമ്മൾ മൂന്നാമതായി പരിശോധിക്കേണ്ടത് എന്താണ്? മൂന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ ഊഹിച്ചെഴുതിയവയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എലിമിനേഷൻ രീതി വഴി ഊഹിച്ചെഴുതിയത് ശരിയായ മാർഗത്തിലായിരുന്നുവെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. അതായത് നമ്മൾ വെച്ച ലോജിക് ശരിയായിരുന്നോ എന്ന്. അതെ. ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയായിരിക്കാം, പക്ഷെ നിങ്ങൾ ചിന്തിച്ച ലോജിക് തെറ്റായിരിക്കാം. അതും തിരുത്തണം. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സ്വയം തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്നതാണ് സത്യം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്, തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നത്. നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, മെയ് 2 ഒരു പോരാട്ട ഭൂമിയാണെന്ന്. പക്ഷെ പലർക്കുമുള്ളൊരു തോന്നല് ഈ മെയ് 2026 എന്നത് വളരെ അകലെയാണെന്നാണ്. അതൊരു വലിയ മിഥ്യാധാരണയാണ്. പലരും ചിന്തിക്കുന്നത്, ഇപ്പോൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? സിലബസ് മുഴുവനൊന്ന് പഠിച്ചു തീർക്കട്ടെ, എന്നിട്ടൊരു അനുയോജ്യമായ സമയത്ത് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതി തുടങ്ങാമെന്നാണ്. അവർക്ക് നമ്മൾ എന്താണ് മറുപടി നൽകേണ്ടത്? അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, അങ്ങനെ ഒരു അനുയോജ്യമായ സമയം അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈം ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നതാണ്. ശരിയാണ്, ആ പെർഫെക്റ്റ് ടൈം ഒരു മിഥ്യയാണ്. സിലബസ് മുഴുവൻ പഠിച്ചു തീർന്നിട്ട് പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ചാൽ ആ ദിവസം ഒരിക്കലും വരില്ല. കാരണം പഠിക്കാൻ എപ്പോഴും എന്തെങ്കിലും ബാക്കിയുണ്ടാകും. അതുകൊണ്ട് സമയം ഇപ്പോഴാണ്, കാത്തിരിക്കാൻ സമയമില്ല.
നിങ്ങൾ എഴുതുന്ന ഓരോ മോക്ക് ടെസ്റ്റും നിങ്ങളുടെ ഭാവിയുടെ അടിസ്ഥാന ശിലയാണ്. ഈ വിശകലനം കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കണം. അതെ, അതുകൊണ്ട് തന്നെ ഈ സംസാരം വെറുതെ കേട്ട് ഫോൺ ഓഫാക്കി വെച്ചു പോകാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല. ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ്. സ്രോതസ്സിൽ വളരെ വ്യക്തമായി ഒരു കോൾ ടു ആക്ഷൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായും അവർ തയ്യാറാകണം. നിങ്ങളുടെ നിലവിലെ പഠന നിലവാരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനായി ഒരു സൗജന്യ ഓൺലൈൻ മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് അവർ നൽകുന്നുണ്ട്. അത് ഇപ്പോൾ തന്നെ എഴുതുക എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. മോക്ക് ടെസ്റ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കണം. കാരണം ഇതൊരു സാധാരണ ടെസ്റ്റല്ല. അത് പൂർണ്ണമായും സൗജന്യമാണെന്നത് മാത്രമല്ല, പഴയകാലത്തെ ലളിതമായ ചോദ്യങ്ങളല്ല അതിലുള്ളത്. പിന്നെ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ്? ഏറ്റവും പുതിയ PSC ട്രെൻഡായ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും നിങ്ങളുടെ ചിന്താശേഷിയെ ഉണർത്തുന്ന വിശകലനാത്മക ചോദ്യങ്ങളുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥ പരീക്ഷയുടെ അതേ നിലവാരം. അതായത് യഥാർത്ഥ പരീക്ഷാ ഹാളിലെ അതേ അനുഭവം. അതെ. മാത്രമല്ല, പരീക്ഷ സബ്മിറ്റ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് ഫലം തൽക്ഷണം അറിയാനും നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോസ്റ്റ്മോർട്ടം ചെയ്യാനും സാധിക്കും. ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ സംസാരിച്ച പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരിക. വെറുതെ പരീക്ഷ എഴുതരുത്. നിങ്ങളുടെ അടച്ചിട്ട മുറിയിൽ ഒരു യഥാർത്ഥ പരീക്ഷാ ഹാൾ അന്തരീക്ഷം സൃഷ്ടിക്കുക. അതെ. OMR ട്രാപ്പിൽ വീഴാതെ പേപ്പറിൽ വട്ടം കറുപ്പിച്ച് തന്നെ ശീലിക്കുക. സമയത്തെ വരുതിയിലാക്കാൻ 90 മിനിറ്റിനെ 3 റൗണ്ടുകളായി തിരിക്കുന്ന ആ കിടിലൻ സ്ട്രാറ്റജി ഉപയോഗിക്കുക. കണക്കിന് 2 മിനിറ്റിൽ കൂടുതൽ പോകാതെ ഈഗോ മാറ്റിവെച്ച് സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. ഏറ്റവും പ്രധാനമായി നെഗറ്റീവ് മാർക്ക് എന്ന അസാസിനെ സൂക്ഷിക്കുക. അറിയാത്തത് സ്കിപ്പ് ചെയ്യുക. പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ 2 മണിക്കൂർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മറക്കരുത്. ഈ കാര്യങ്ങൾ ശീലമാക്കിയാൽ മെയ് 2-ന് പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ വെറുമൊരു വിജയപ്രതീക്ഷയോടെയല്ല, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾക്ക് കയറാൻ സാധിക്കും. തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസമാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുന്നത്. എന്നാൽ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണത്? നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുള്ളത് PSCയുടെ ആ വലിയ സിലബസിനെ കുറിച്ചാണ്. പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയും. എന്നാൽ പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ യഥാർത്ഥ ശത്രു ആ വിശാലമായ സിലബസാണോ? അതോ സമയക്രമീകരണത്തിലുള്ള നിങ്ങളുടെ സ്വന്തം അച്ചടക്കമില്ലായ്മയും ഈഗോയും നിങ്ങളുടെ മാനസികാവസ്ഥയുമാണോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ, ഇതൊന്ന് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ആ സൗജന്യ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഇതിന്റെ ഒരു ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ വിജയം നിങ്ങളെ കൈപ്പിടിയിലായിരിക്കും. വളരെ പവർഫുള്ളായ ഒരു ചോദ്യമാണത്. യഥാർത്ഥ പോരാട്ടം നമ്മളോട് തന്നെയാണ്. ആത്മവിശ്വാസത്തോടെയും കൃത്യമായ തന്ത്രങ്ങളോടെയും ഈ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്.